അവിടെ ഇനി നഷ്ടപ്പെടാൻ ഇനി ഒന്നുമില്ല. പക്ഷെ എന്നിട്ടും അവരിൽ ഒരാളും ആത്മഹത്യ ചെയ്തിട്ട് കണ്ടു. ഇപ്പൊ ഷൂസ് വാങ്ങാനുള്ള പൈസ കൊടുക്കാത്തതിന്റെ പേരിലും അതുപോലെ ടൂറിന് പോവാൻ ട്രിപ്പിന് പോവാൻ പൈസ കൊടുക്കാത്തതിന്റെ പേരിലൊക്കെ കുട്ടികൾ ഇപ്പൊ ആത്മഹത്യ. നമ്മുടെ പുതിയ കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ആത്മഹത്യ എന്നത്. ഇപ്പോ കഴിഞ്ഞ വർഷത്തെ കണക്കിന് എടുത്ത് നോക്കുമ്പോൾ 8 ലക്ഷത്തോളം വരുന്ന ആളുകളാണ് കഴിഞ്ഞ ഒരു വർഷം ആത്മഹത്യ മൂലം മരിച്ചത്. ഇനി അതിൽ തന്നെ 40 സെക്കൻഡുകൾ കൂടുന്ന സമയത്ത് ഒരു ആത്മഹത്യ നടത്തുന്നുണ്ടാണ് റിപ്പോർട്ടുകൾ നമ്മോട് പറയുന്നത്. ഇപ്പോ ഈ പുതിയ കാലഘട്ടത്തിൽ എന്തുകൊണ്ടായിരിക്കാം തരത്തിലുള്ള ആത്മഹത്യ പ്രവണത കൂടി വരാണെന്ന് കൃത്യമായിട്ട് ആലോചിക്കേണ്ട ഒരു വിഷയം. അതായത് ശരിക്കും മനുഷ്യരുടെ ജീവിതം എന്നത് 3 രീതിയിലായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഒന്ന് പബ്ലിക് ലൈഫ്, പ്രൈവറ്റ് ലൈഫ്, സീക്രട്ട് ലൈഫ്. പബ്ലിക് ലൈഫ് എന്ന് സാധാരണ നമ്മളെ കളിച്ചും ചിരിച്ചും നമ്മളെ മറ്റ് എല്ലാവരും കൂടുതൽ ജീവിതം. പ്രൈവറ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മള് നമ്മുടെ ഏറ്റവും അടുപ്പങ്ങളിൽ മാത്രം ജീവിക്കുന്ന ജീവിതം. പിന്നെ സീക്രട്ട് ലൈഫ് എന്ന് പറയുമ്പോൾ സ്വന്തം ശരീരത്തുണ്ടാവുന്ന പല രീതിയിലുള്ള ആരുടെ പറയാൻ പറ്റുന്ന പല രീതിയിലുള്ള പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളിങ്ങനെ പേര് അവസാനം ഡിപ്രഷൻ ഇതാക്കി അങ്ങനെ അങ്ങനെ ഒരു ജീവിതം. ഇപ്പോ കഴിഞ്ഞ അടുത്താണ് ഒരു കുട്ടി അവന്റെ ഉമ്മ ഫോൺ അവന്റെ കയ്യിൽ തട്ടിപ്പറിച്ച് കൂടുതൽ ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞ് മാറ്റിവെച്ചതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തത്. ഇങ്ങനെ ഇപ്പോ ചെറിയ നിസ്സാരമായ ഡിപ്രഷനും മറ്റതിനേക്കാളും പുറമെ ചെറിയ ചെറിയ നിസ്സാരമായ കാര്യങ്ങൾക്കാണ് ഇപ്പൊ കുട്ടികൾ വരെ ഇതിനെത്തിയാക്കുന്നത്. ആത്മഹത്യയാണ് യഥാർത്ഥത്തില് ഈ മനുഷ്യൻ എന്നതിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ, മനുഷ്യൻ എന്ന വാക്കിന്റെ ഡെഫിനിഷൻ തന്നെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ എല്ലാ സഹനവും അല്ലെങ്കിൽ എല്ലാ വിഷമങ്ങളും എല്ലാ കഷ്ടപ്പാടുകളും സഹിക്കാൻ കഴിയുന്ന ഒരു ജീവി എന്ന രീതിയിലാണ് എന്താക്കുന്നത് മനുഷ്യനെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോ ഈ രൂപത്തിലൊരു വിവേകബുദ്ധി പോലും ഇല്ലാത്ത മൃഗങ്ങളും ഉണ്ടാവുക. എവിടെയെങ്കിലും മൃഗങ്ങള് ആത്മഹത്യ നമ്മൾ കേട്ടിട്ടില്ല. അപ്പൊ അവരവരുടെ ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും കഷ്ടപ്പാടുകൾ വന്നാലും എന്തെങ്കിലും വേട്ടയാടുന്ന ആവശ്യം വന്നാലും അവർക്കത് കരസ്ഥമായില്ലെങ്കിൽ അവർ വീണ്ടും ശ്രമിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളൂ. എന്നാൽ ഈ വിവേകബുദ്ധിയുമുള്ള എല്ലാ സഹനശേഷിയുമുള്ള മനുഷ്യനാണ് കൂടുതലും ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നത്. ഇപ്പൊ 2018 തന്നെ നമ്മളറിയാം വേൾഡ് കപ്പ്, ഫുട്ബോൾ വേൾഡ് കപ്പ് നടക്കുമ്പോൾ അർജന്റീന എന്ന ടീം, ആ ടീമിലെ ഒരു തോൽവി ആ ടീം കരസ്ഥമാക്കേണ്ട ഒരു ഏറ്റുവാങ്ങി ആ വർഷം 2018. അപ്പൊ ഈ ഒരൊറ്റ തോൽവി കാരണത്താല് ഒരു മനുഷ്യൻ ആ ടീമിന്റെ തോൽവിയുടെ വിഷമം കാരണം ആത്മഹത്യ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഇത് ശരിക്കും ആ കളിക്ക് അല്ലെങ്കിൽ ആ തോറ്റ മാച്ചിന് ശേഷമുള്ള തൊട്ടപ്പുറത്തെ മാച്ചിൽ എന്താക്കുന്നുണ്ട്, ഈ ടീം ജയകരസ്ഥാക്കി അടുത്ത ഘട്ടത്തിലേക്ക് കയറുന്നുണ്ട്. മാത്രമല്ല 2022 നമുക്കറിയാം ഈ അർജന്റീന ടീം കപ്പടിക്കാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ മനുഷ്യൻ ഈ ഒന്നെങ്കിൽ അടുത്ത 2 ദിവസം കഴിഞ്ഞാലുള്ള ഒരു കളിയിലുള്ള പ്രതീക്ഷയോ അല്ലെങ്കിൽ ഇനി ശരിയാവും എന്ത് കാര്യത്തിലൊന്നും ഉണ്ടാവുമല്ലോ. അപ്പൊ ഇതൊന്നും നോക്കാതെ ഒരൊറ്റ 2 സെക്കൻഡിലെ വിഷമത്തില് നേരെ അദ്ദേഹം ആത്മഹത്യ തിരഞ്ഞെടുക്കുകയാണ്. അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ്. എന്റെ അനുഭവത്തിൽ തന്നെ ഒരു വ്യക്തി, എന്നോട് അത്ര അടുപ്പുള്ള ഒരു വ്യക്തിയാണ്. ആ വ്യക്തി വലിയൊരു പണക്കാരനാണ് അദ്ദേഹം. നല്ല സമ്പത്തുള്ള 100ഓളം വീടുകൾ വാടകയ്ക്ക് കൊടുക്കുന്ന അത്രമേൽ പണക്കാരനാണ് അദ്ദേഹം. അപ്പൊ ഈ വ്യക്തി ഒരിക്കല് ഇപ്പൊ ഈ വ്യക്തി കുറച്ച് കളിയാക്കി പറയാറൊക്കെ ഉണ്ട്. ഈ വ്യക്തി ഇപ്പൊ വാടക പിരിക്കാൻ, അദ്ദേഹത്തിന്റെ വീടുകളുടെ വാടക പിരിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ ആ വാടക പിരിവ് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോ 1 മാസം കടന്നു കഴിയുമെന്ന് പറയാറുണ്ട്. അത്രത്തോളം സമ്പത്തുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ഒരു സുപ്രഭാതത്തിൽ ഞാൻ കേൾക്കണം എന്താന്ന് വെച്ചാൽ ഈ മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നതാണ്. അപ്പൊ എനിക്കാണത് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്തത്. കാരണം കുറെ സമ്പത്തൊക്കെ ഉള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന് ഒരു സന്തോഷ ജീവിതം ഒക്കെ ആയിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഇങ്ങനെ ഞാൻ അങ്ങനെ അതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോ ഇപ്പൊ മനസ്സിലായത് എന്താന്ന് വെച്ചാൽ ആ മനുഷ്യന്റെ ഭാര്യ മരണപ്പെട്ടത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു. അപ്പൊ ഈ ഭാര്യയുടെ മരണശേഷം അദ്ദേഹത്തിന് കുടുംബത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ സഹോദരന്മാരിൽ നിന്നും മക്കളിൽ നിന്നൊക്കെ ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുകയാണ്. ഒറ്റപ്പെടൽ തോന്നുന്നു. കാരണം ഭാര്യ ഇല്ല, പിന്നെ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നു എന്നൊരു തോന്നൽ. ഈ ഒരു തോന്നലിന്റെ കാരണം മാത്രമാണ് അദ്ദേഹം എന്തായത് ഈ ആത്മഹത്യ എന്ന് തിരഞ്ഞെടുത്തത്. അതേപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ് ഈ ലോകത്ത് മനുഷ്യർ ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ തന്നെ COVID-19 സംഭവിച്ചല്ലോ. ഇനി കുറച്ചു മുമ്പ് ഒരു കുട്ടി ആത്മഹത്യ ചെയ്യുന്നുണ്ട്.
അത് കാരണം വെച്ചാൽ പഠിക്കാൻ ടൈം കിട്ടുന്നില്ല. പഠിക്കാൻ ടൈം കിട്ടില്ല. ഇപ്പൊ കുട്ടി ആത്മഹത്യ തേടിയത്. അതിനുശേഷം COVID-19 വന്നു. പക്ഷെ 9 മാസത്തിന് ശേഷമാണ് എക്സാം നടക്കുന്നത്. 9 മാസം അത്ര വലിയൊരു ഗ്യാപ്പ് ഓൻ കിട്ടി. ഓൻ കിട്ടുമായിരുന്നു അത് ആത്മഹത്യ തേടിയില്ലായിരുന്നെങ്കിലും. അതുതന്നെ ഇപ്പൊ കുറെ കാലം നമ്മൾ കേട്ടതാണ് പല കുട്ടികളും ഇപ്പൊ ഷൂസ് വാങ്ങാനുള്ള പൈസ കൊടുക്കാത്തതിന്റെ പേരിലും അതുപോലെ ടൂറിന് പോവാൻ ട്രിപ്പിന് പോവാൻ പൈസ കൊടുക്കാത്തതിന്റെ പേരിലൊക്കെ കുട്ടികൾ ഇപ്പൊ ആത്മഹത്യയാണ് നോക്കുന്നത്. മറ്റ് കാര്യങ്ങളല്ല, ആത്മഹത്യയാണ് നേരെ അവർ പോകുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും നമ്മളിപ്പോ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ ആഗോള തലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഫലസ്തീന്റെ വിഷയം. ഫലസ്തീന്റെ വിഷയങ്ങൾ അവിടെ ഇപ്പൊ 2 വർഷത്തിലേറെ എന്താണ് ഇസ്രായേൽ ഭരണമായിട്ട് നിർത്താൻ ആലോചിച്ചിട്ട്. അപ്പോ എന്തുകൊണ്ടാണ് ഇത്രയും കഷ്ടപ്പാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ അവർക്ക് ഇനി നഷ്ടപ്പെടാൻ ഇനി ഒന്നുമില്ല. വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞാല് ചെറിയ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടിട്ട് ഇപ്പൊ ആത്മഹത്യ അവിടെ ഇനി നഷ്ടപ്പെടാൻ ഇനി ഒന്നുമില്ല. പക്ഷെ എന്നിട്ടും അവരിൽ ഒരാളും ആത്മഹത്യ ചെയ്തതായിട്ട് നമ്മൾ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആത്മഹത്യ അവർ പ്രേരിപ്പിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ കൃത്യമായിട്ട് നമുക്ക് അവിടെ മറുപടി ആയിട്ട് പറയാനുള്ള ഒരു വിഷയമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയമുണ്ട്. ഇസ്ലാം അവിടെ ഒരു പ്രതീക്ഷയായിട്ട് അവർക്ക് നൽകുന്നുണ്ട്. അതാണ് അല്ലാഹു തആല ഖുർആൻ കൂടെ പറയുന്നുണ്ടല്ലോ, ലാ തഖ്തുലു അൻഫുസക്കും, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ എന്താക്കരുത്. ഇത്രത്തോളം ശരീരത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു മതമാണ് ഇസ്ലാം ഉള്ളത്. ഇപ്പൊ അടുത്തിടെയായിട്ട് നമ്മള് മുമ്പ് നമ്മളൊക്കെ വായിച്ചൊരു പുസ്തകമാണുണ്ട് ബെന്യാമിന്റെ ആടുജീവിതം എന്ന് പറയുന്നത്. ആ ആടുജീവിതത്തിൽ തന്നെ അത് ഇപ്പൊ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പൊ അടുത്തായിട്ട് നമ്മൾ കൂടുതലും ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം. അപ്പോ ഈ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ ഒരു ചർച്ച നടന്നു. രണ്ടാൾക്കാർ തമ്മിലുള്ള ഒരു ചർച്ച. ആ ചർച്ചയിൽ ഒരാള് മറ്റാളോട് ചോദിക്കുന്നുണ്ട്, ഈ നജീബ് എന്ന് പറയുന്ന ക്യാരക്ടർ, ആ ക്യാരക്ടറെ ബുക്കുകളിൽ പരാമർശിച്ചത് അവർ അനുഭവിച്ചതിന്റെ ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ. ജീവിതത്തിൽ അത് നേരിട്ട് അനുഭവിക്കുന്ന ഒരു മനുഷ്യന് എന്ന് പറയുമ്പോൾ അത് വ്യത്യസ്തത തന്നെ. അപ്പോ എന്തുകൊണ്ടാണ് ഇത്രയും അർബാബിന്റെ ഒക്കെ അടുത്ത് നിന്ന് അത്രയും ക്രൂരമായ പീഡനങ്ങൾ നേരിട്ട, അത്രയും കഷ്ടപ്പാടുകൾ സഹിച്ച ആ വെയിലത്ത് അത്രയും കഷ്ടപ്പാട് സഹിച്ചത് വർണ്ണിക്കണ്ടല്ലോ. അപ്പോ അത് എന്തുകൊണ്ടാണ് അയാൾക്ക് ഒരു ആത്മഹത്യ പ്രവണത ഇല്ലാത്തതെന്ന് ചോദിക്കേണ്ടത്. അപ്പോ ഇവിടുത്തെ അഭിസംബോധന പറയുന്ന കൃത്യമായിട്ടൊരു മറുപടി, അയാളൊരു ഇസ്ലാം വിശ്വാസിയാണ്, അയാൾ മുസ്ലിമാണ്. ആ മുസ്ലിം ആയതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ കോൺസെപ്റ്റ് പ്രകാരം അയാള് അവിടെ ആത്മഹത്യ ചെയ്താൽ അയാൾ ഇതുവരെ ചെയ്ത എല്ലാ നന്മകളും അത്രത്തോളം എന്താകുന്നുണ്ട്. ഇസ്ലാം ആത്മഹത്യ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ കൃത്യമായിട്ടുള്ള ഒരു മറുപടി നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളത്. അപ്പോ ഒരു ചരിത്രം ഉണ്ടാവില്ലാണോ, വിശ്വാസന തങ്ങൾ ഒരു സഹാബിയുടെ മരണം, ഒരു വ്യക്തി മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ ജനാസ കൊണ്ടുവന്നു. അവിടെ അക്ഷമത നിസ്കരിക്കാൻ പോകുന്ന നേരത്താണ് ഇവർക്ക് അറിയുന്നത് എന്താണ് ഇദ്ദേഹം ഒരു ആത്മഹത്യ ചെയ്ത വ്യക്തിയാണെന്ന് പറഞ്ഞു. അപ്പൊ നേരെ വിശ്വാസന തങ്ങൾ അതിന് പിന്മാറിക്കൊണ്ട് മറ്റു പല സഹാബികളും വിളിച്ച് അതിന് നിലനിൽക്കുകയാണ്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, ഇതൊരു ആത്മഹത്യ വ്യക്തിയാണ്, ഇദ്ദേഹത്തിന് വേണ്ടി ജനത ചെയ്യാൻ എനിക്ക് സാധിക്കില്ല എന്നുള്ള നിങ്ങൾ പറയുന്നുണ്ട്. ഈ ഒരു ചരിത്രത്തെ നമ്മളെ ഇതാക്കണത് ഇസ്ലാമില് അത്രത്തോളം ഗൗരവമേറിയ, ഇത്രത്തോളം ഒരു ചെയ്യാൻ പറ്റാത്തതെന്ന് പറയാം അതൊരു വിഷയമാണ് ആത്മഹത്യ എന്നുള്ളത്. അല്ലെ, ഇസ്ലാമിക് കോൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഈ ജീവിച്ച് മരണം വരെയുള്ളതെല്ലാം ജീവിതം, മരിച്ചതിന് ശേഷം ഖബറിൽ നമ്മളെ എടുത്ത് ഇതാക്കിയതിനു ശേഷമാണ്, അത് മുതലാണ് ഇസ്ലാമില് ജീവിതം തുടങ്ങുന്നത് എന്നാണ് ഇസ്ലാമിക ഇത് വെച്ച് പറയുന്നത്. ശരിക്കും വേറെ സന്ദർഭം പറയുന്നുണ്ട്, ഈ ജിഹാദ് ഏറ്റവും വലിയ പോരാട്ടം, ജിഹാദു അക്ബറിന്റെ ഏറ്റവും വലിയ പോരാട്ടം ഏതാണ് എന്ന് നബികളോട് ഒരിക്കല് ചോദിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി ആയിട്ട് കൊടുക്കുന്നത് അൽ ജിഹാദു നെഫ്സിനോടാണെന്നാണ്. നെഫ്സിനോടാണ്, അതായത് സ്വന്തം ശരീരത്തോടുള്ള പോരാട്ടമാണ് ഏറ്റവും വലിയ പോരാട്ടം എന്നാണ്. അപ്പോ എന്തൊരു വിഷമഘട്ടം, അതിലൂടെ സൂചിപ്പിക്കുന്ന എന്തൊരു വിഷമഘട്ടം വന്നാലും സ്വന്തം നെഫ്സിനെ പിടിച്ചു നിർത്തുക, എന്ത് കാര്യത്തിൽ നെഫ്സിനെ, അതായത് സ്വന്തം ശരീരത്തിനെ പിടിച്ചു നിർത്തുക, അതിന് വലിയ പോരാട്ടം ഇല്ല എന്നാണ്. അപ്പൊ ഇതിലൂടെ സൂചിപ്പിക്കുന്ന പലപ്പോഴും സംഭവിക്കുന്ന അതാണ്, സ്വന്തം ശരീരത്തെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പൊ ഈ അടുത്തൊരു വ്യക്തി മരണപ്പെടുകയുണ്ടായി. ഒരു
തമാശ 26 വയസ്സ് ആയാലാണ് ഇനി കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ എന്ന് അദ്ദേഹത്തിന്റെ കുടുംബം പറയുമ്പോ അദ്ദേഹത്തിന് 19 വയസ്സുള്ളൂ. അപ്പൊ ആ വ്യക്തി കുടുംബം 19-ാം വയസ്സിൽ കല്യാണം സമ്മതിക്കാത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്യാണ്. ഒരു 6 അപ്പൊ കല്യാണം പോയി, ജീവിതം പോയ അവസ്ഥയാണ്. അപ്പൊ ഇതൊക്കെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നതൊക്കെ നോക്കുകയാണെങ്കിൽ അത്രത്തോളം ഒരു മൈന്യൂട്ട് കാര്യങ്ങളാണ് ഈ ഇതിനെ കുറിച്ച് പറയുന്നത്, ആത്മഹത്യയെ കുറിച്ച്. ഇപ്പൊ ശിക്ഷയായിട്ട് അള്ളാഹു ആത്മഹത്യനെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാല്, നമ്മള് പരലോകത്ത് ചെല്ലുമ്പോൾ ഈ ആത്മഹത്യ ചെയ്ത് മരിച്ചവരാണെങ്കിൽ അവർ ഏത് രൂപത്തിലാണോ മരിച്ചത്, തൂങ്ങി മരിച്ചതാണെങ്കിൽ ആ രൂപത്തിൽ തന്നെ വീണ്ടും വീണ്ടും, ഇപ്പൊ തൂങ്ങി മരിച്ചതാണെങ്കിൽ ആ വ്യക്തി തൂങ്ങി മരിക്കുന്നു, എന്നിട്ട് വീണ്ടും ജീവൻ കൊടുക്കുന്നു, തൂങ്ങി മരിക്കുന്നു, അതേ രൂപത്തിലുള്ള ശിക്ഷയാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അത്രത്തോളം ആത്മഹത്യക്ക് അത്ര ഗൗരവം കൊടുക്കുകയാണ്. ഒരിക്കലും ഈ ഇസ്ലാം എന്ന മതത്തിൽ എന്താക്കുന്നില്ല, നിങ്ങൾ പറഞ്ഞ പോലെ ഇല്ലാത്തതുപോലെ അത് ഒരിക്കലും ഈ നെഫ്സിന്, അതായത് സ്വന്തം ശരീരത്തിന് ഒരു നുള്ളി നോവിക്കാൻ പോലും ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല. അത്രത്തോളം ഈ ശരീരത്തിനെ ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോ ഒരിക്കലും ഒരു വിശ്വാസിക്ക് എന്താക്കാൻ ഈ ആത്മഹത്യ നടത്താൻ കഴിയില്ല. കാരണം അവന്റെ മതം അവനക്കത് അവന്റെ ദൈവത്തിലും ഇതിലും പ്രതീക്ഷ നൽകുന്നുണ്ട്, ഒരു ഹോപ്പ് നൽകുന്നുണ്ട്. എന്തൊരു കാര്യത്തിൽ അത് ശരിയാവും, അല്ലെങ്കിൽ എന്തിനും ഒരു ഹോപ്പ് ഉണ്ട് അവനക്ക്, ദൈവത്തോട് പറയാനും എല്ലാത്തിനും ഒരു ഇതുണ്ട്. അപ്പൊ മൊത്തത്തിൽ വെച്ച് നോക്കുമ്പോൾ ഒരു ഇസ്ലാം മത വിശ്വാസി അല്ലെങ്കിൽ ഒരു വിശ്വാസിക്ക് ഒരിക്കലും ഈ ആത്മഹത്യ എന്ന് പറയുന്നത് നടത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.